ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ഈ ഒരു പാക്കറ്റുള്ള സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓണത്തിനുള്ള കിറ്റെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ളൊരു സാധനമാണ് ഈ ഒരു വേമസല്ലി. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടാക്കാം. ഈ ഒരു സേമിയ കിട്ടിക്കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കുന്നവർ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇത് കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം, ചിക്കൻ വെച്ചോ അല്ലെങ്കിൽ മുട്ട വെച്ചൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സേമിയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് പാക്കറ്റിലുള്ളത് റോസ്റ്റ് ചെയ്താന്ന് കിട്ടൽ, അപ്പോൾ ഇത് റോസ്റ്റ് ആക്കിയതല്ല, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളറിൽ മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സേമിയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സേമിയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഓവറായിട്ട് ഇത് ഉടഞ്ഞു പോകരുത്. ചെറുതായിട്ടൊരു 80% കുക്കായിട്ട് കിട്ടിയാൽ മതി. നമുക്ക് ഇതിലേക്കുള്ള മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയ്ക്ക് പകരം വെജിറ്റബിൾസ് മാത്രമായിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ 3 മുട്ടയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് മാത്രം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 1/2 ടീസ്പൂണോളം നെയ്യില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഉണ്ടാവുക. നെയ്ക്ക് പകരം ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇനി അത് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവാളയും പിന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് കളർ മാറി വാടി വരണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതൊന്ന് കുക്കാക്കി എടുക്കുന്നുള്ളൂ. പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചില്ലി സോസില്ലേ അതാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും പിന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു സോസും പിന്നെ ആ ഉള്ളിലെല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ സേമിയം വേവിച്ച് വെച്ചതില്ലേ അതാട്ടാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മുട്ട റെഡിയാക്കി വെച്ചത് അതും ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മല്ലിയിൽ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു സേമിയൊന്നും പൊട്ടാത്ത വിധത്തിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സേമിയ നമ്മൾ ഇട്ടപാടന്നെ കുറച്ചൊരു കട്ട പിടിച്ച പോലെ ഇട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. എന്നാലാണ് ആ ഒരു മസാലയിൽ ഈ സേമിയ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ ബിരിയാണി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികളെല്ലാം മാഗിയാന്ന് വിചാരിച്ച് ഇത് പെട്ടെന്ന് കഴിക്കും. ഇപ്പോൾ ഒരേ രീതിയിൽ എപ്പോൾ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഇടയ്ക്ക് വെറൈറ്റിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.